ഇതെന്താ പരിപാടി? ഇതാണ് ഫുഡ്. ഇവർക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡല്ല, എൻ്റെ കണ്ണൊക്കെ അടുത്തൊന്ന് ചെയ്യണ്ടേ? അടുത്ത തുണിയൂരോ? അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ അവിടെ എത്താന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് മുന്നേ നമുക്കൊരു ഫ്രീ സൂപ്പർ ബൈക്ക്. വാട്ട്സ്ആപ്പ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. 2025 ഫസ്റ്റ് വീഡിയോ ആണ്. പുതിയതായിട്ടൊരു GoPro വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കൂടിയാണ്. എന്താവും എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ മണിയാട്ടനും ഉണ്ട്. മണിയാട്ടൻ 1000 ആണ്, നിഞ്ച 1000. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് നേരെ മലപ്പുറത്തോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് എൻ്റെ അളിയന് ഒരു സർപ്രൈസായിട്ട് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കാണ്, ഒരു സൂപ്പർ ബൈക്കാണ്, ഒരു 1000cc സൂപ്പർ ബൈക്കാണ്. അപ്പോൾ ഏതാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ഫാമിലി എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, അങ്ങനെ ബൈക്കേഴ്സ് എല്ലാവരും അവിടേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ഒരു വുഡ് ബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും ആൾ കാണുന്നത് എന്നൊക്കെയാണ് എൻ്റെ ഒരു ഉദ്ദേശം. എങ്ങനെ ആവുന്നെന്തോ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. പണ്ട് ഞാനും അതുപോലെ ആയിരുന്നു. ഒട്ടുമിക്ക ബൈക്കേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് അതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ് ഇതൊക്കെ. അല്ലാതെ എല്ലാം തികഞ്ഞിട്ട് എടുക്കണമല്ല. ഏറെക്കുറെ എല്ലാവരും അങ്ങനെ തന്നെ. എൻജിൻ ലൈറ്റും വാണിംഗ് ലൈറ്റും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോഡ്സ് മൊത്തം. ഞാനിപ്പോൾ ഒരു മോഡിലും അല്ല. മോഡ്സ് എനിക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇന്നലെ സർവോ മോട്ടർ അയച്ചിട്ടൊന്ന് പണിയെടുത്തെന്ന് പറഞ്ഞാൽ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് സർവോ മോട്ടർ അയച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഹാർഡായിരുന്നു. അത് മൂവ് ചെയ്യാൻ നല്ല സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം ഇങ്ങനെ വന്നതാണ്. കോഡ് 34 ആൻഡ് 63 2 കോഡ് വന്നിട്ടോ. ഒന്ന് എൻജിൻ ലൈറ്റിൻ്റെ കോഡും ഒന്ന് വാണിംഗ് ലൈറ്റിൻ്റെ കോഡും. അപ്പോൾ ഇനി സർവീസ് സെൻറ്ററിൽ പോയിട്ട് റീസെറ്റ് അടിക്കണം. അല്ലെങ്കിൽ 6 ഗിയറിൽ ഒരു 10 മിനിറ്റോളം നല്ലോണം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. പക്ഷേ അങ്ങനത്തെ നല്ല റോഡുകളൊന്നും ഇല്ല. പൊതുവേ ഞാൻ അങ്ങനെ പുഷ് ചെയ്യാറുമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹേമന്മാരാണ് നിൽക്കുന്നത്. എത്തിയിട്ടോ. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 3-3.5 കിലോമീറ്റർ. അത് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തും. അവിടെയാണ് കാര്യപരിപാടികൾ.
അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ അവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല കുറച്ചുള്ളൂ. ഹലോ, ഓൾമോസ്റ്റ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ നേരത്തെ പറയണം. ൂട്ടടിക്കാണ്ട് ബാക്കിൽ അവരുള്ളതുകൊണ്ട് ഞാൻ ചവിട്ടി കഴിഞ്ഞാൽ അവരിൻ്റെ മൂട്ട് കയറ്റും. അടുത്ത യൂട്ടാൻ ഫെലിക്സ് ആരാ? ഷെഫീഖാണോ? SNTV പരിപാടി അല്ലേ? വീഡിയോ എടുക്കും. കാണുന്നുണ്ടോ? ഫ്രീ വിസ കുറച്ച് മുന്നേ നമുക്കൊരു ഫ്രീ സൂപ്പർ ബൈക്ക്. എന്നാലും വാപ്പാനോട് പറയണമല്ലോ. എന്തായിരുന്നു ഓന്റെ വാപ്പനോട് നമുക്കുണ്ട്, നമുക്കത് കാണിച്ചു കൊടുക്കാം. ഓല അതിൻ്റെ ഇടയിൽ പള്ളി കയറിയതാ. അതിപ്പോ അളിയന്റെ അടുത്ത് വന്നല്ലേ, അപ്പൊ വെറുതെ ഒന്ന് വെയിറ്റ് ഇടാനേ. അവിടെ നമ്മളെ യങ്ങസ്റ്റ് എന്റെ കഴിവ് കാണട്ടെ. ഓ ഉണ്ടോ SNTV ഇല്ലേ? എടാ വെല്ല വലിയടാ, വെല്ല വലിക്ക്. ഒലത്തി എത്ര നേരം കാത്തിക്കണ? നിങ്ങൾ എവിടെയാണ്? ഇതെന്താ പരിപാടി? ഇതാണ് ഫുഡ്. ഇവർക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഫുഡല്ല, എന്റെ കണ്ണൊക്കെ അപ്പൊ നിൽക്കണോ? പന്നി നബീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോ പറഞ്ഞു നബീൽക്ക പോകുന്നുണ്ട്. ഗ്രൂപ്പിലുണ്ടോ? ഇത് മയ്യേട്ടൻ. എന്താ അടുത്ത് ചെയ്യേണ്ടി? അടുത്തൊന്ന് ചെയ്യണ്ടേ? അടുത്ത തുണിയൂരോ? A few moments later. I am coming for it all. ഫുഡ് കഴിക്കണ തിരക്കിലാണ്. ആണ്ടാ ഫുഡ് കഴിച്ച് അതെന്താ പോയി വേണ്ടി പറഞ്ഞേക്കാണ്. A few inches later. നിങ്ങൾക്ക് എന്താ പറയാ? മരുവൻക്ക് നിങ്ങൾ ബൈക്ക് കൊടുത്തല്ലോ. ബൈക്ക് കൊടുത്തതിലൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷേ അത് ഓട്ടുമ്പോ ഒരു പേടിയാണ്. ഭയങ്കര പോക്ക് പോകും. മരവനെ നല്ല കിട്ടിയല്ലേ? അങ്ങനെ പോവോ? അങ്ങനെ ഒരു പേടിയുണ്ട്. എന്റെ സമാധാനം നഷ്ടപ്പെടും.
അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം. വണ്ടി അടിപൊളി വണ്ടി, CBR. എൻ്റെ മകന് ഭയങ്കര സന്തോഷമായി. നല്ല ഫങ്ഷൻ, ഒന്നും പറയാനില്ല, അടിപൊളി.